ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ആദ്യം നോക്കാനുള്ളത് കറണ്ട് അഫയേഴ്സിൽ നവംബർ 12 കറണ്ട് അഫയർ ആണ്. നോക്കാം നമുക്ക്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് നവംബർ 12 ആണ്. ലോക ന്യൂമോണിയ ദിനം എന്നാണ് അതും നവംബർ 12 ആണ്. ഓക്കെ ആണല്ലോ. 2025 തീം ചോദിച്ചാൽ ചൈൽഡ് സർവൈവൽ ആണ്. ലോക ന്യൂമോണിയ ദിനത്തിന്റെ 2025 തീം എന്തെന്ന് ചോദിച്ചാൽ ചൈൽഡ് സർവൈവൽ. എന്താണ്? ചൈൽഡ് സർവൈവൽ. ഇനി ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12, ലോക ന്യൂമോണിയ ദിനം നവംബർ 12, 2025 തീം ചൈൽഡ് സർവൈവൽ. അടുത്തത്, വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ ഒരു ദിവസം ആർത്തവ അവധി അനുവദിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ ഒരു ദിവസം ആർത്തവ അവധി അനുവദിച്ച സംസ്ഥാനം അത് കർണാടകയാണ്. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ഇറാനിയൻ നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഹുമയൂൺ ഏർഷാദി. എന്താണ്? ഹുമയൂൺ ഏർഷാദി ആരാണ്? 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ഇറാനിയൻ നടനാണ് ഹുമയൂൺ ഏർഷാദി. അടുത്തത്, ഏത് ഇന്ത്യൻ ഹാർമർ ത്രോ കായിക താരമാണ് ഉത്തേജക മരുന്നിന്റെ ഉപയോഗത്തെ തുടർന്ന് 5 വർഷം വിലക്ക് നേരിടേണ്ടി വന്നത്? മഞ്ജു ബാല. മഞ്ജു ബാലയാണ് ഈ ഹാർമർ ത്രോ കായിക താരമാണ്. ഇന്ത്യൻ ഹാർമർ ത്രോ കായിക താരമാണ്. എന്താ സംഭവിച്ചത്? ഉത്തേജക മരുന്നിന്റെ ഉപയോഗത്തെ തുടർന്ന് 5 വർഷം വിലക്ക് നേരിടേണ്ടി വന്നു മഞ്ജു ബാലക്ക്. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവാണ് മഞ്ജു ബാല. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവാണ് മഞ്ജു ബാല. 2025 നവംബറിൽ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി ഏത് ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നാണ് 8 ചീറ്റകളെ ഇന്ത്യയിലെത്തിച്ച് പുനരധിവസിപ്പിക്കാൻ ഉടമ്പടിയായത്? ബോട്സ്വാന. 2025 നവംബറിൽ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി ഏത് ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നാണ് 8 ചീറ്റകളെ ഇന്ത്യയിലെത്തിച്ച് പുനരധിവസിപ്പിക്കാൻ ഉടമ്പടിയായത്? ബോട്സ്വാന. 2025 നവംബറിൽ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് ഏത് ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നാണ് എത്ര ചീറ്റകളെ? 8 ചീറ്റകളെ ഇന്ത്യയിലെത്തിച്ച് പുനരധിവസിപ്പിക്കാൻ ഉടമ്പടിയായത്? ബോട്സ്വാന. ബോട്സ്വാനയുടെ പ്രസിഡന്റ് ആരാന്നറിയോ? ഗിദയോൺ ബോക്കോവ്. ഗിദയോൺ ബോക്കോവ് ആണ് ബോട്സ്വാന പ്രസിഡന്റ്. ആരാണ്? ഗിദയോൺ ബോക്കോവ്. ഗിദയോൺ ബോക്കോവ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ലോകത്തിലെ മുൻനിര യാത്രാ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ booking.comന്റെ 2026 നിർബന്ധമായും സന്ദർശിക്കേണ്ട യാത്രാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക സ്ഥലം കൊച്ചിയാണ്. ലോകത്തിലെ മുൻനിര യാത്രാ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ booking.comന്റെ 2026 നിർബന്ധമായും സന്ദർശിക്കേണ്ട യാത്രാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക സ്ഥലം കൊച്ചിയാണ്. ഡിജിറ്റൽ വിടവ് നികത്തുന്നതിനായി ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ ഭാരത് നെറ്റ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. ഡിജിറ്റൽ വിടവ് നികത്തുന്നതിനായി ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ ഭാരത് നെറ്റ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. ഒന്നുകൂടെ പറയാം. ഡിജിറ്റൽ വിടവ് നികത്തുന്നതിനായി ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ ഭാരത് നെറ്റ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. ജർമ്മൻ വാച്ച് കാലാവസ്ഥ അപകട സൂചിക. ജർമ്മൻ വാച്ച് കാലാവസ്ഥ അപകട സൂചിക ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 9. ജർമ്മൻ വാച്ച് കാലാവസ്ഥ അപകട സൂചിക ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 9. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് പഠനത്തിന് വിധേയമാക്കുന്നത്. 1995, 2024 ആ ഒരു കാലഘട്ടത്തില്. ഓക്കെ, അപ്പോ ജർമ്മൻ വാച്ച് കാലാവസ്ഥ അപകട സൂചിക പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 9. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് പഠനത്തിന് വിധേയമാക്കുന്നത്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് കറണ്ട് അഫയർ പഠിക്കാനായിട്ട്. അപ്പൊ ഒന്നുകൂടെ ഓടിച്ചു നോക്കാം. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. നവംബർ 12ന്റെ മറ്റൊരു പ്രത്യേകതയാണ് ലോക ന്യൂമോണിയ ദിനം. 2025 തീം ചൈൽഡ് സർവൈവൽ. വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ ഒരു ദിവസം ആർത്തവ അവധി അനുവദിച്ച സംസ്ഥാനമാണ് കർണാടക. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ഇറാനിയൻ
ഇന്ത്യൻ നടനാണ് ഹുമയൂൺ ഇർഷാദി. ഏത് ഇന്ത്യൻ ഹാർമർ ത്രോ കായിക താരമാണ് ഉത്തേജക മരുന്നിന്റെ ഉപയോഗത്തെ തുടർന്ന് 5 വർഷം വിലക്ക് നേരിടേണ്ടി വന്നത്? മഞ്ജു ബാല. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവാണ് മഞ്ജു ബാല. 2025 നവംബറിൽ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി ഏത് ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നാണ് 8 ചീറ്റകളെ ഇന്ത്യയിലെത്തിച്ച് പുനരധിവസിപ്പിക്കാൻ ഉടമ്പടിയായത്? ബോട്സ്വാന. ബോട്സ്വാന പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഗിദയോൺ ബോക്കോവ്. ഗിദയോൺ ബോക്കോവ് ആണ് ബോട്സ്വാന പ്രസിഡന്റ്. ലോകത്തിലെ മുൻനിര യാത്രാ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ Booking.comന്റെ 2026 നിർബന്ധമായും സന്ദർശിക്കേണ്ട യാത്രാ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക സ്ഥലം കൊച്ചിയാണ്. ഡിജിറ്റൽ വിടവ് നികത്തുന്നതിനായി ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ ഭാരത് നെറ്റ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. ജർമ്മൻ വാച്ച് കാലാവസ്ഥാ അപകട സൂചിക പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 9. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് പഠനത്തിന് വിധേയമാക്കുന്നത്. അതായത് 1995 ടു 2024 ഒക്കെയാണല്ലോ. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ടെലഗ്രാം ചാനലിൽ, രക്ഷയുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്ന പോൾ എക്സാം പോയി 11:30 നൽകുന്ന പോൾ എക്സാം പോയി അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.